നമുക്കിന്ന് ശർക്കര കൊണ്ടുള്ള ഒരു ഇഞ്ചി മിഠായി ഉണ്ടാക്കാം. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇഞ്ചി ഇത് 50 ഗ്രാം ഇഞ്ചിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 3 അച്ച് ശർക്കര അച്ചാണ്. ഇത് പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് ശർക്കരയിൽ ഉണ്ടാക്കാം. നമുക്ക് ഇഞ്ചി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിടാം. നല്ലതുപോലെ നമുക്ക് ഇഞ്ചി ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇഞ്ചി നല്ലപോലെ അരഞ്ഞിക്കണ്, കണ്ടില്ലേ? നമുക്കിനി ഇത് ശർക്കരയിൽ ശർക്കരപ്പാനി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഇടാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. കത്തിക്കാണ്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്നൊന്നായിട്ട് പൊടിച്ചിട്ടിടാം. അപ്പോൾ വേഗം ശർക്കര ആവും. ഈ ശർക്കര നല്ലതുപോലെ പാകാവട്ടെ, നല്ല വറ്റി വരട്ടെ. ശർക്കര ഇതേപോലെ ആവണം, കണ്ടില്ലേ? ഇത്രയും കട്ടിയാവണം. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഇട്ടിട്ട്. ഇങ്ങനെ നന്നായിട്ട് 4 സൈഡും ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും, സൈഡിൽ കരിയുകയും ചെയ്യും. കണ്ടേ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെയും ശർക്കരയുടെയും മണമാണ് വരുന്നത്. ഇതായിക്കണ്. ഇനി നമുക്ക് എടുക്കാം. പാത്രത്തിൽ ഒട്ടാതെ വരണമെങ്കിൽ ഈ പരുവം വരണം. ഇത് കണ്ടില്ലേ? ഇങ്ങനെ വരണം. ചീനിച്ചട്ടിന്ന് കണ്ട ഇളകി വരണ. ഇനി നമുക്കിത് എടുക്കാം, ഇറക്കാം. ഒരു ഇച്ചിരി പോലും നെയ്യ് ഒഴിക്കാം. അതെന്തിനാന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ഒട്ടാതെ ഇരിക്കാനാണ് കേട്ടോ നെയ്യ്. ഇനി നമുക്ക് ഈ നെയ്യ് പാത്രത്തിൽ ഫുള്ളിങ്ങനെ എത്ര നിങ്ങൾ ഉണ്ടാക്കി എത്ര വരുന്നോ അത്ര നെയ്യ് അതുവരെ നെയ്യ് തേക്കുക. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടാറുന്നതിന് മുന്നേ ഒഴിക്കണേ. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിക്കാൻ പറ്റാതാവും. ശർക്കര പാനി മൂപ്പ് കൂടിയ കാരണം ഇതിങ്ങനെ മിഠായി കട്ടി കൂടിപ്പോയി, കണ്ടില്ലേ? ഇതാ നമുക്ക് പൊട്ടിക്കാനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇഞ്ചി മിഠായി ഒരു മാർക്കിട്ട് പൊട്ടിക്കുമല്ലോ, അതുപോലെ ഉണ്ട്. പക്ഷെ തിന്നാൻ നല്ല സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഒറിജിനൽ ഇഞ്ചി മിഠായി പോലെ വന്നില്ല. ശർക്കര ഉരുക്കുമ്പോഴേ വല്ലാതെ മൂപ്പ് ഏറാനും പാടില്ല, വല്ലാതെ മൂപ്പ് കുറയാനും പാടില്ല.